ഇന്നത്തെ പ്രഭാഷണ വിഷയം 11-ാം സ്കന്ധത്തിലെ ഉദ്ധവരുടെ ബദരി യാത്രയാണ്. അതിനു മുമ്പായിട്ടുള്ള കുറേ ഭാഗങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ കേട്ടുകഴിഞ്ഞു. ഏകാദശ സ്കന്ധത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള സ്കന്ധം ദശമസ്കന്ധമാണ്. ദശമസ്കന്ധത്തിൻ്റെ വിഷയം എന്നുള്ളത് നിരോധമാണ്. നിരോധമെന്നാൽ തടസ്സം എന്നർത്ഥം. നമ്മളുടെ ഈ ജീവനെ ഈശ്വരനുമായി ചേർക്കാൻ അല്ലെങ്കിൽ ചേരുന്നതിൽ തടസ്സം നിൽക്കുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ വളരെ വിശദീകരിച്ചിട്ടുള്ള പരാമർശമാണ് നമ്മൾ ദശമസ്കന്ധത്തിൽ കാണുന്നത്. അത് വേറൊന്നുമല്ല, അഹങ്കാരം തന്നെയാണ്. പക്ഷേ ഈ അഹങ്കാരത്തിന് ധാരാളം സ്വരൂപങ്ങളുണ്ട്, അല്ലേ? കാമക്രോധ ലോഭമോഹാദികളെല്ലാം ഇതിൻ്റെ പല പല വകഭേദങ്ങളാണെന്ന് മാത്രം. അപ്പം ഇവയെ ഇല്ലാതെയാക്കി, ഈ തടസ്സങ്ങളെ ഇല്ലാതെയാക്കി ജീവൻ എങ്ങനെ ഈശ്വരനുമായിട്ട് ചേരാം? അതെങ്ങനെയാണ് സാധിക്കുക? ഒന്ന് നമ്മളുടെ ആത്മശക്തി കൊണ്ട്, മറ്റൊന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മായയെ എങ്ങനെ ഇല്ലാതെയാക്കാം, ഇത് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നെയോ ഭേദത്തെ മാറ്റി എങ്ങനെ ആ അഭേദത്തിൽ എത്തിച്ചേരാം, ഇങ്ങനെയുള്ള വഴികളെല്ലാം ഏതിൽ പറഞ്ഞിട്ടുണ്ട്? ദശമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയപ്പെടുന്നു, ആചാര്യന്മാർ പറയുന്നു എന്താണ്? ദശമസ്കന്ധം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഹൃദയം ആണ് എന്ന്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഏകാദശ സ്കന്ധമോ? ഏകാദശ സ്കന്ധം ഭഗവാന്റെ ശിരസ് ആണെന്നാണ് പറയുന്നത്. ശിരസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പൊതുവെ ബുദ്ധിയെ, ജ്ഞാനത്തിനെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അംഗന്യാസ കരന്യാസമൊക്കെ ചെയ്യുമ്പോൾ ഋഷിയെ സൂചിപ്പിക്കുന്നത് ശിരസ്സിലാണ്. ഋഷയോ സത്യദൃഷ്ടാര, സത്യത്തെ ദർശിച്ചവരാണ്, പരമമായിട്ടുള്ള ജ്ഞാനമുള്ളവരാണ് ആ ഋഷികൾ. അതുകൊണ്ട് തന്നെ അതിനെ സൂചിപ്പിക്കുന്ന അംഗം എന്ന് പറയുന്നത് ശിരസ്സാണ്. ജ്ഞാനത്തിൻ്റെ ആ ഒരു സിമ്പലായിട്ട്, എംബ്ലമായിട്ടൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ശിരസ്സാണ്. ഗണപതി ഭഗവാന്റെ ആ വലിയ ശിരസ്സും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബുദ്ധിയുടെയും സിദ്ധിയുടെയും അധിപനാണ് ഗണപതി ഭഗവാൻ. ശരീരത്തിലെ ഈ 1/5 ഭാഗം തല എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്, നമ്മൾ പാട്ടിലൊക്കെ ചൊല്ലും, പ്രണവസ്വരൂപ വക്രതുണ്ടം എന്നല്ലേ? ആ പ്രണവസ്വരൂപം പരമമായിട്ടുള്ള ജ്ഞാനമാണ് ഗണപതി ഭഗവാൻ. അപ്പോൾ ആ ജ്ഞാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ബുദ്ധിയെയാണ് ശിരസ് സൂചിപ്പിക്കുന്നത്. ഏകാദശ സ്കന്ധം ഭഗവാന്റെ ശിരസ്സാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? നമുക്ക് ഈ ദുഃഖമുണ്ടാകുന്നത് അല്ലെങ്കിൽ ബന്ധനമെല്ലാം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ശരി ഏത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്, ആ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് പോലെയുള്ള പുസ്തകജ്ഞാനമല്ല, പരമമായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ. അതറിഞ്ഞാലോ നമുക്ക് മോക്ഷം പ്രാപ്തമാകും. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ വിഷയമെന്ന് പറയുന്നത് എന്താണ്? മോക്ഷമാണ്. ഏകാദശ സ്കന്ധത്തിലെ വിഷയം എന്നുള്ളത് മോക്ഷം. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ 4-മത്തേത്, അവസാനത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതം ആദ്യം തൊട്ട് വായിച്ചു വന്നാൽ ഈ 4 പുരുഷാർത്ഥങ്ങളും തരാൻ കെൽപ്പുള്ളതാണ്, അല്ലെങ്കിൽ 4 പുരുഷാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതമെന്ന്. ആചാര്യന്മാർ ശ്രീ എന്നുള്ള പദം എവിടെയെല്ലാം ചേർക്കാം എന്ന് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ശ്രീ എന്നാൽ ഐശ്വര്യം എന്നൊരു സാമാന്യ അർത്ഥം. അതിൽ പറയുന്നു, ചതുർവിധ പുരുഷാർത്ഥങ്ങളും എന്തിലാണോ അടങ്ങിയിരിക്കുന്നത് അതിനെ ശ്രീ ചേർത്ത് പറയണം. അപ്പോൾ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയും, ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളും നമുക്ക് തരും. അതിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടുള്ള മോക്ഷത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. മാത്രമല്ല, മറ്റും പറയാറുണ്ട്, ദൈവത്തിൻ്റെ പേര് പറയുമ്പോൾ എന്ത് ചേർക്കണം? ശ്രീ ചേർക്കണം. ദൈവം ഗുരും സ്ഥാനം എന്നാണ്. പക്ഷേ മഹാദേവൻ ശിവൻ എന്ന് പറയുന്നത്
അദ്വൈതം അല്ലെങ്കിൽ ആ പരബ്രഹ്മമായതുകൊണ്ട് അവിടെ മായയുടെ ഒരു ചേർച്ച വന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ശ്രീ ചേർക്കുന്നില്ല. സ്വർണം വളരെ പരിശുദ്ധമായിട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? അത് വെച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. അതിനോടുകൂടി ചെറിയ മായം ചേർക്കണം. ഈ മായം ചേർക്കുക എന്നുള്ളതാണ് ഈശ്വരൻ അവതാരമെടുക്കുന്നത്. ബ്രഹ്മമായിട്ടിരുന്നാൽ ജന്മമില്ല, അല്ലെങ്കിൽ ജീവനുണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അവതാരമെടുക്കുമ്പോൾ ആ മായയോട് ചേരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ ജന്മമെടുത്തപ്പോഴും ആദ്യം ആരാ ജനിച്ചത്? മായ വന്നു, കംസൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആ മായയോട് ചേർന്ന് ഇവിടെ അവതാരമെടുക്കുന്നു. ബാക്കി ഇങ്ങനെ അവതാരമെടുക്കുന്നവർക്കെല്ലാം നമ്മൾ ശ്രീ ചേർക്കുന്നു. ഗുരുവിൻ്റെ പേര് പറയുമ്പോൾ ശ്രീ ചേർക്കണം. ഗുരുസ്ഥാനം, ഗുരു എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിൽ പറയും, എന്തെങ്കിലും ഒരു അറിവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം തന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം നമ്മളുടെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അവരുടെ പേര് പറയുമ്പോൾ ശ്രീ ചേർത്ത് പറയണം. ഗുരുസ്ഥാനം, നമ്മുടെ ഗുരുവിൻ്റെ ആശ്രമം അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാലയം, ഇതൊക്കെ ഗുരുസ്ഥാനം എന്ന് വരാം. മറ്റൊരർത്ഥമുണ്ട്, ഗുരുവിന് തുല്യമായിട്ടുള്ള മറ്റൊരു ഗുരു. ഇവരെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ശ്രീ ചേർക്കണം എന്ന് പറയുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ പേര് പറയുമ്പോൾ ശ്രീ ചേർക്കണം. ക്ഷേത്രത്തിലെ ദേവനെ പറ്റി പറയുമ്പോൾ ശ്രീ ചേർക്കണം. സിദ്ധന്മാരെ പറ്റി പറയുമ്പോൾ ശ്രീ ചേർക്കണം. അതുപോലെ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുമ്പോൾ അവിടെ വേണമെങ്കിൽ ശ്രീമതി, ശ്രീമാൻ എന്നൊക്കെ ചേർക്കുമല്ലേ. എന്നാൽ 4 ആശ്രമങ്ങളുള്ളതിൽ ആദ്യത്തേത് ബ്രഹ്മചര്യമാണ്. ബ്രഹ്മചാരികളെ പറ്റി പറയുമ്പോൾ ശ്രീ ചേർക്കാൻ പാടില്ല. എന്താണ്? ബ്രഹ്മചാരി എന്ന് പറഞ്ഞ് മാത്രമാണ് അവരുടെ പേര് പറയാവുള്ളൂ. ഗാർഹസ്ഥ്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ശ്രീ ചേർക്കാം. ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇത് ശ്രീമദ് ഭാഗവതമായി? ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമുക്ക് തരുന്നതുകൊണ്ട് ശ്രീമദ് ഭാഗവതം. അതിൽ മോക്ഷം എന്നുള്ള ആ ചതുർവിധ പുരുഷാർത്ഥത്തിലെ 4ാമത്തേതാണ് ഏകാദശ സ്കന്ധത്തിൻ്റെ വിഷയം. ഈ മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പരമമായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും വേണം. ഈ ജ്ഞാനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഒന്ന്, എങ്ങനെയുള്ളവർക്കാണ് ഈ പരമമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം നമുക്ക് തരാൻ സാധിക്കുക? ഒന്ന്, ഈശ്വര സ്വരൂപത്തിനെ സാധിക്കും, ഈശ്വര സ്വരൂപികൾക്കേ സാധിക്കും, അല്ലേ? പിന്നെയോ, എങ്ങനെയുള്ള ശിഷ്യനാണ് ഇത് ലഭിക്കാനുള്ള അർഹത? ഒന്ന്, തീവ്ര വൈരാഗിയായിരിക്കണം, സർവസംഘ പരിത്യാഗിയായിരിക്കണം, നല്ലതുപോലെയുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം, മുമുക്ഷുവായിരിക്കണം. ഇങ്ങനെയുള്ള ഗുണഗണങ്ങളുള്ള ഒരു ശിഷ്യനെ ഈ ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഈ ഏകാദശ സ്കന്ധത്തിൽ കാണാൻ പോകുന്ന ഭാഗത്ത് ഈശ്വര സ്വരൂപിയായിട്ട് ആരാണ്? ശ്രീകൃഷ്ണ പരമാത്മാവ്. എല്ലാ ഗുണങ്ങളും, ഞാൻ ഈ മേൽപ്പറഞ്ഞ എല്ലാ ഗുണഗണങ്ങളുമുള്ള ശിഷ്യൻ ആരാണ്? ഉദ്ധവർ, അല്ലേ? അങ്ങനെ ആ ഭഗവാൻ ആർക്ക് ഈ പരമമായിട്ടുള്ള ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നു? ഉദ്ധവർക്ക് ഈ ജ്ഞാനം ഉപദേശിച്ച് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഏകാദശ സ്കന്ധത്തിലെ വിഷയം മോക്ഷമായതുകൊണ്ട് വിചാരശീലമുള്ളവർക്കാണ് ഏകാദശ സ്കന്ധം പറ്റുക. മനനശീലമുള്ളവർക്കാണ് ഏകാദശ സ്കന്ധം കൂടുതൽ യോജിക്കുക. ഇനി ദ്വാദശ സ്കന്ധത്തിലേക്ക് വന്നാൽ ആശ്രയം അല്ലെങ്കിൽ അധിഷ്ഠാനമൊക്കെയാണ് വിഷയം. അതായത് ശ്രീമദ് ഭാഗവതത്തിലെ എല്ലാ തത്വങ്ങളുടെയും സാരം ഈ 2 സ്കന്ധങ്ങളിലായിട്ടുണ്ട്, ഏകാദശ സ്കന്ധത്തിലും ദ്വാദശ സ്കന്ധത്തിലും. ഏകാദശ സ്കന്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട എല്ലാ യോഗമാർഗങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, അല്ലേ? ഏതൊക്കെയാണ്? കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഭക്തിമാർഗം, ക്രിയാമാർഗം, രാജവിദ്യ, ഗുഹ്യയോഗം, എന്ത് യോഗമാർഗങ്ങളാണെങ്കിലും അതെല്ലാം എവിടെ പരാമർശിച്ചിട്ടുണ്ട്? ഈ ഏകാദശ സ്കന്ധത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവഗീത എന്നുള്ള പേര് വരാൻ എന്താണ് കാരണം? ഭഗവാൻ ഉദ്ധവന് ഉപദേശിച്ചു കൊടുത്തതായതുകൊണ്ട് ഉദ്ധവഗീത. ഈ ഏകാദശ സ്കന്ധത്തിൽ എത്രമാത്രം ശ്ലോകങ്ങൾ ഉണ്ട്?
1372 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇതിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ് ശ്രീകൃഷ്ണനും ഉദ്ധവരും തമ്മിൽ ആ ഭഗവാന്റെ സാമീപ്യം ഉദ്ധവർക്ക് ലഭിക്കുന്നത്. 7-ാം അധ്യായം തൊട്ട് 29-ാം അധ്യായം വരെയാണ് ഉദ്ധവഗീത. ഈ ഭാഗവതത്തിൽ 1372 ശ്ലോകങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ 1043 ശ്ലോകവും ഉദ്ധവഗീതയാണ്. ഉദ്ധവഗീതയ്ക്ക് മുൻപായിട്ട് 253 ശ്ലോകങ്ങളുണ്ട്, 251 ശ്ലോകങ്ങൾ. അതിനുശേഷം ആകെ 78 ശ്ലോകങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ ഏകാദശ സ്കന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ധവഗീതയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞു, ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശം കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ശ്രീമദ് ഭഗവത്ഗീത കിട്ടി. ശ്രീകൃഷ്ണൻ ഉദ്ധവർക്ക് ഉപദേശിച്ചപ്പോൾ എന്ത് കിട്ടി? ഉദ്ധവഗീത കിട്ടി. പക്ഷെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണൻ പ്രധാനമായിട്ടും 3 ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഉപദേശങ്ങൾ നോക്കിയാൽ അധികാരി ഭേദമനുസരിച്ച് ഉപദേശത്തിൽ വ്യത്യാസമുള്ളതായിട്ട് കാണാൻ മനസ്സിലാവും. ആർക്കാണ്? കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴങ്ങനെയല്ലേ? ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചപ്പോഴെങ്ങനെയാണ്? അർജുനൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് പിന്നീട് അർജുനനെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. അപ്പം നമ്മളൊരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ തലത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? അധികാരി ഭേദമനുസരിച്ച് ഭഗവാന്റെ ഉപദേശങ്ങളിൽ ഈ ഭേദം കാണാൻ സാധിക്കും. അർജുനൻ എന്ത് ചെയ്തു? അർജുനൻ എന്താ പറഞ്ഞു കൊടുത്തത്? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ പറഞ്ഞു. അതായത് അർജുനനെ സ്വധർമ്മ കർമ്മ നിരതനാക്കാനാണ് ഭഗവാൻ അവിടെ ശ്രമിച്ചത്. എന്നാൽ ഗോപികമാരെയോ? ഗോപികമാർക്ക് സാധനയൊന്നും ഇല്ലാതെ അനുഗ്രഹം കൊണ്ട് മാത്രം ബ്രഹ്മാനന്ദം കൊടുത്തു. ഇനി ഉദ്ധവർക്കോ? ഉദ്ധവർക്ക് ആ മോക്ഷമല്ലേ കൊടുക്കേണ്ടത്? മോക്ഷം വേണമെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും വേണം. ഉദ്ധമൻ പരമജ്ഞാനിയാണ്, പക്ഷേ വൈരാഗ്യം അത്ര തീവ്രമല്ല. അതായത് വസ്തുജ്ഞാനം, ആ ഒരു എന്താ പറയുക, ഭക്തി എന്ന് പറയുന്നത് അത്ര പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ആ വൈരാഗ്യത്തിൽ കുറവുണ്ട്. ആ വൈരാഗ്യത്തിൽ കുറവുള്ളതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? പ്രധാനമായിട്ടും ആ വൈരാഗ്യത്തിലും ത്യാഗത്തിലും ഒക്കെയാണ് ഉപദേശത്തിൽ ശ്രദ്ധിച്ചത്. ആ വൈരാഗ്യം കുറവുള്ളത് കൊണ്ടല്ലേ ഭഗവാൻ പോകുമ്പം വിഷമിച്ചത്, വിഷാദം വന്നത്? അർജുനനും വിഷാദം വന്നപ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചത്. ഉദ്ധവർക്ക് എന്തുകൊണ്ട് വിഷാദം വന്നു? ഭഗവാൻ തൻ്റെ ശരീരം വിട്ട് സ്വധാമത്തിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞു. അപ്പോൾ ഇവിടെ വിഷാദം വന്നപ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് വേണ്ട രീതിയിൽ ഉപദേശിച്ചു. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതിനേക്കാൾ ചില സ്ഥലങ്ങളിൽ വളരെ വലിയ ഉയർന്ന തത്വങ്ങൾ ഉദ്ധവഗീതയിലുണ്ട്. അതെന്തുകൊണ്ടാണ്? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോവുകയാണ്, അവസാനത്തെ ഉപദേശമാണ്. അപ്പം എന്തെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ഭഗവാൻ ആ തത്വങ്ങളെല്ലാം ഉദ്ധവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കേമമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഉദ്ധവഗീത എന്ന് പറയുന്നത്. ഈ ഉദ്ധവർ ആരാണ്? ഈ ഉദ്ധവഗീത ഭഗവാൻ ഉപദേശിച്ചത് ശരിക്കു പറഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? പക്ഷെ ഉദ്ധവർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് ഉദ്ധവർക്ക് ഉപദേശിച്ചു? ഉദ്ധവരാരാണ്? ഇതിനുള്ള സന്ദർഭം എന്താണ്? ഭഗവാൻ എന്തായി? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകാനായിട്ട് പതുക്കെ തീരുമാനിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേവന്മാരും ബ്രഹ്മാവും അതുപോലെ മഹേശ്വരനും എല്ലാം വന്ന് ഭഗവാനെ കണ്ടു. ഭഗവാന്റെ അവതാര ദൗത്യം ഏകദേശം പൂർത്തിയായി, ധർമ്മത്തിനെ പുനഃസ്ഥാപിച്ചു അല്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭഗവാൻ എപ്പോഴെങ്കിലും അവതാരം എടുത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ധർമ്മത്തെ പുനഃസ്ഥാപിച്ചിട്ടാണ് പോയിരിക്കുന്നത്, അല്ലാതെ കുറച്ച് മിച്ചം വെച്ചിട്ടൊന്നും അല്ല. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ് 125 വർഷം കൊണ്ട് അവതാര ദൗത്യം പൂർത്തിയാക്കി, ഇനി അങ്ങ് എന്ത് വേണം? സ്വധാമത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അതിനായിട്ടുള്ള പ്ലാനും പദ്ധതിയെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? യാദവ കുലത്തിനായിട്ടുള്ള ബ്രാഹ്മണ ശാപം. പക്ഷെ അവരെന്താണ് ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ അഹങ്കാരികളായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
പക്ഷേ എൻ്റെ സ്വധാമഗമനത്തോടുകൂടി കലിയുഗം അങ്ങ് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇവരുടെ സാന്നിധ്യമുണ്ടെങ്കിലോ ഇവരഹങ്കാരികളായി സംസാരത്തിന് തന്നെ ദുഃഖം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ യാദവ കുലത്തെ എനിക്ക് സംഹരിക്കണം. ഇതും എൻ്റെ ഒരു ജോലി തന്നെയാണ്. ഇതുകൂടി കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് വന്നേക്കാം എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ദേവന്മാർക്കെല്ലാം സന്തോഷമായി. അവർ ഭഗവാനെ നമസ്കരിച്ചിട്ട് പോയി. ഇതാരറിഞ്ഞു? ഉദ്ധവരറിഞ്ഞു. അപ്പോൾ ഉദ്ധവർക്ക് കൊടുക്കുന്ന ആ ഉപദേശം, ആ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് ഉദ്ധവരാരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഉദ്ധവർ എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതത്തിലെ മറ്റു ചില ഭാഗങ്ങൾ ആധ്യാത്മികമായിട്ട് നോക്കിയാൽ, ചില സംഭവങ്ങളൊക്കെ ആധ്യാത്മികമായിട്ട് നോക്കിയാൽ ഉദ്ധവരാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഉദ്ധവരെന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ പ്രതീകമാണ്. എവിടെയൊക്കെയാണ് ഉദ്ധവരെ പറ്റി ചെറുതായിട്ട് പരാമർശിക്കുന്നത്? ദശമസ്കന്ധം 46-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ബൃഹസ്പതിയുടെ പരമബുദ്ധിമാനായിട്ടുള്ള ശിഷ്യനാണ്, വൃഷ്ണികളിൽ ഒരുത്തനാണ്, ഭഗവാന്റെ ഏകാന്ത ഭക്തനാണ്, സുഹൃത്താണ്, മന്ത്രിയാണ്. പക്ഷെ അതോടൊപ്പം എന്താണ്? വളരെ വലിയ ബുദ്ധിമാനാണ് എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ മന്ത്രി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് അഭിപ്രായം ചോദിക്കുന്നത് ആരോടാണ്? ഈ ഉദ്ധവരോടാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചല്ലേ പല തീരുമാനവും എടുക്കുക. അപ്പോൾ ബുദ്ധിയോടല്ലേ നമ്മൾ പോയി പലതും കൺസൾട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഉദ്ധവരാരാണ് എന്ന് പറയുന്നു. ഓരോരോ രംഗങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒരു ദിവസം ഭഗവാന് ഉദ്ധവരുടെ ആ 2 കൈകളും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉദ്ധവ, അങ്ങൊന്ന് എവിടെ പോകണം? എൻ്റെ ഗോപികമാരെയൊക്കെ ഒന്ന് പോയി കാണണം. അവിടെ എന്തുണ്ട്? എൻ്റെ അമ്മമാരുണ്ട്. ആ അമ്മമാരൊക്കെ ഞാൻ പോകുന്നതിൽ വിഷമിച്ചിരിക്കുകയാണ്. അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതോടൊപ്പം എന്തു ചെയ്യണം? എൻ്റെ വിരഹദുഃഖത്താൽ വിഷമിച്ച് കഴിയുന്ന ഗോപികമാരെ എൻ്റെ സന്ദേശം അറിയിക്കണം. ഭഗവാൻ ഗോപികമാർക്കായിട്ടുള്ള ജ്ഞാന സന്ദേശം കൊടുത്തയച്ചത് ആരുടെ കയ്യിലാണ്? ഉദ്ധവരുടെ കയ്യിൽ. ഇതിൽ നിന്നും ഉദ്ധവർ ബുദ്ധിയുടെ പ്രതീകമാണെന്നറിയില്ലേ? ജ്ഞാന സന്ദേശം ആരുടെ കയ്യിലാണ് കൊടുത്തുവിട്ടത്? ഉദ്ധവരുടെ കയ്യിലാണ്. പിന്നീടോ ഒരിക്കൽ നമുക്കറിയാം, നരകാസുര വധമൊക്കെ കഴിഞ്ഞപ്പോൾ ഭഗവാൻ കുറേ സ്ത്രീകളെയൊക്കെ വിവാഹം കഴിച്ചു. അപ്പോൾ നല്ല തിരക്കാണ്, ഗൃഹസ്ഥാശ്രമത്തിൻ്റെ തിരക്ക്. നമ്മൾ ശ്രീമദ് ഭാഗവത്തിൽ കാണും. ഓരോ ഗൃഹത്തിൽ ചെല്ലുമ്പോഴും ഭഗവാൻ ഓരോ പണിയിലാണ്. അപ്പം നാരദ മഹർഷിക്ക് എന്തായി? ഭഗവാന്റെ ഈ ഗൃഹസ്ഥാശ്രമം ഒന്ന് കാണണമെന്ന് തോന്നി. അതിൽ ചില ഗൃഹങ്ങളിൽ ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, ഒരിടത്ത് ഭഗവാൻ തൻ്റെ പ്രിയയും ഉദ്ധവരുടെയും കൂടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഉദ്ധവർ എന്ന് പറയുന്ന മന്ത്രിയും മറ്റു മന്ത്രിമാരുമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളാണ്, കൂടിയാലോചനകൾ നടക്കുന്നു. മറ്റൊരു രംഗത്ത് ഉദ്ധവരുടെ ബുദ്ധി സാമർഥ്യത്തെ പറ്റി പറയുന്നുണ്ട്. ഭഗവാൻ ഉദ്ധവരെ ഏത് രീതിയിൽ കണ്ടിരുന്നു എന്ന്. അതായത് ഈ ജരാസന്ധൻ കുറേ രാജാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് അല്ലേ? ഈ രാജാക്കന്മാരുടെ ദൂതനായിട്ടൊരാൾ ഭഗവാനെ കാണാൻ വരും. ഇതേ സമയമാണ് യുധിഷ്ഠിരന് രാജസൂയയാഗം നടത്തണം, അതിൽ പങ്കെടുക്കാൻ ഭഗവാൻ വരണമെന്ന് പറഞ്ഞ് ദൂതനായിട്ട് നാരദ മഹർഷിയും വരുന്നത്. ഒരേ സമയം ഇവർ 2 പേരും ഭഗവാന്റെ അടുക്കൽ കാര്യം പറയാനെത്തി. 2 പേരും കാര്യം പറഞ്ഞു. ഭഗവാന് കൺഫ്യൂഷനായി, ഇതിലാദ്യം ഏത് നടത്തണം. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ് കേട്ടോ, ഭഗവാന് കൺഫ്യൂഷനൊന്നും ആയിട്ടില്ല. എങ്കിൽ പോലും ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിലേതാദ്യം ചെയ്യണം? 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിക്കും? ബുദ്ധിയെ ആശ്രയിക്കും. ഭഗവാൻ അവിടെ ഉദ്ധവരെ വിളിച്ചു വരുത്തുന്നുണ്ട്. ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, പരമമായിട്ടുള്ള ചക്ഷുസാണ് ഉദ്ധവർ, തെറ്റുപറ്റാത്തവനാണ്, കൃത്യമായിട്ട് ബുദ്ധി പ്രയോഗിക്കാൻ അറിയാവുന്നവനാണ്, അറിവുള്ളവനാണ്. അപ്പോൾ ഉദ്ധവ, ഇങ്ങനെ 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഇതിലേത് തിരഞ്ഞെടുക്കണം? അപ്പോൾ ഉദ്ധവർ തന്നെ പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങേക്കിതെല്ലാം അറിയാം, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉദ്ധവർ പറയുന്നുണ്ട്, ഭഗവാനെ, ശരിക്കും പറഞ്ഞാൽ യുധിഷ്ഠിരൻ്റെ രാജസൂയയാഗത്തിൽ അങ്ങ് പങ്കെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം ആ രാജസൂയയാഗത്തിനെ അത്രമാത്രം അത് പവിത്രമാക്കും. അടുത്തതോ, ജരാസന്ധനിൽ നിന്നും ഈ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കേണ്ടത് അത്രയും തന്നെ ആവശ്യമാണ്.
പക്ഷേ ഒരു രാജസൂയ യാഗം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചതിന് ശേഷം വേണം രാജസൂയ യാഗം നടത്താൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ജരാസന്ധനെയും കൂടെ വധിച്ചതിന് ശേഷം രാജസൂയ യാഗം നടത്തുമ്പോഴല്ലേ അതിനൊരു വിലയുണ്ടാകുക, അല്ല ഒരു ഗുമ്മുണ്ടാകുക എന്നൊക്കെ നമ്മൾ പറയില്ലേ? എത്ര ബുദ്ധിപൂർവ്വമാണ് ഉദ്ധവർ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ജരാസന്ധനെ വധിക്കുന്നത് കൊണ്ടുള്ള മഹത്വവും അങ്ങേക്കുണ്ടാകും, അതോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളും നടക്കും. രാജസൂയ യാഗത്തിൻ്റെ ആ ഒരു ചിട്ട എങ്ങനെയാണോ അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ അങ്ങേക്ക് ചെയ്യാനും സാധിക്കും. കാരണം എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിച്ചു. അതോടൊപ്പം പറയുന്നുണ്ട് 10,000 ആനകളുടെ ബലമുണ്ട് ജരാസന്ധനെ എങ്ങനെ മാത്രമേ തോൽപ്പിക്കാൻ സാധിക്കൂ? ദ്വന്ദ്വ യുദ്ധത്തിലെ തോൽപ്പിക്കാൻ സാധിക്കൂ. എത്ര അക്ഷൗഹിണിപ്പട ഉണ്ടായിട്ടും കാര്യമില്ല, ദ്വന്ദ്വ യുദ്ധത്തിലെ തോൽപ്പിക്കാൻ സാധിക്കും. അത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഭീമന് മാത്രമേ സാധിക്കൂ. ജരാസന്ധൻ വളരെയധികം ബ്രാഹ്മണരിൽ ശ്രദ്ധയുള്ളവനാണ്. അപ്പോൾ ഭീമൻ എന്തു ചെയ്യണം? ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് ഭിക്ഷയായിട്ട് ദ്വന്ദ്വ യുദ്ധം യാചിക്കുക. അത് മാത്രമേ കഴിവുള്ളൂ, അത് മാത്രമേ വഴിയുള്ളൂ. പിന്നീട് എന്ത് വേണം? ഈ ദ്വന്ദ്വ യുദ്ധത്തിൽ ഉദ്ധവർ ഓരോ തവണയും പറയുന്നുണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഭീമൻ എന്ത് സാധിക്കും? ജരാസന്ധനെ വധിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആ മറുപടി എല്ലാം കേട്ടപ്പോൾ ഈ 2 ഓപ്ഷൻസിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ബുദ്ധിപൂർവമായിട്ട് പറയുന്ന മറുപടി കേട്ടപ്പോൾ ആ മന്ത്രിസഭയിലും ഉള്ളവർക്കും ഭഗവാനൊക്കെ വളരെ സന്തോഷമായി. ഭഗവാൻ വളരെ കാര്യമായിട്ട് ഉദ്ധവരെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കുക, എത്ര ബുദ്ധിപൂർവമായിട്ടാണ് പെരുമാറ്റം. അപ്പോൾ ഈ ബുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവര്. പക്ഷേ ബുദ്ധി ഉണ്ടെങ്കിലും ജ്ഞാനമുണ്ടെങ്കിലും വൈരാഗ്യം തീവ്രമല്ലെങ്കിലോ? അതുകൊണ്ടാണ് ഗോപികമാരുടെ അടുക്കലേക്ക്, ഗോപികമാർക്ക് നിഷ്ഠയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങോട്ട് അയച്ചത്? ഗോപികമാരുടെ അടുക്കലേക്ക് ഉദ്ധവരെ അയച്ചത്. അപ്പോൾ ആ ബുദ്ധിയുടെ സ്വരൂപത്തിന് എന്ത് വേണം? മോക്ഷം വേണം. വൈരാഗ്യം തീവ്രമല്ല, അതിനായിട്ടുള്ള ഉപദേശം വേണം. എന്താണെങ്കിലും ഉദ്ധവർക്ക് മനസ്സിലായി ഭഗവാൻ സ്വധാമം വിടാൻ പോവുകയാണെന്ന്. വൈരാഗ്യം തീവ്രമല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആകെ അസ്വസ്ഥനായി, വിഷമമായി. ഭഗവാന്റെ ഈ ഭൗതിക ശരീരം തനിക്കിനി കാണാൻ സാധിക്കില്ലല്ലോ. നേരെ ഭഗവാന്റെ അടുക്കൽ ആരും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഭഗവാനാണെങ്കിൽ എന്താണ്? ഈ യാദവ കുലത്തിലുള്ളവരെ എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കെന്ത് വേണം? ബ്രാഹ്മണശാപം വന്നു, അതുകൊണ്ട് ഇനി എങ്ങോട്ട് പോകണം? നമുക്കെല്ലാവർക്കും പ്രഭാസത്തിലേക്ക് പോകാം. പ്രഭാസത്തിൻ്റെ പ്രത്യേകത എന്താ? പണ്ട് ദക്ഷൻ ചന്ദ്രനെ ശപിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തു പറഞ്ഞു? നിൻ്റെ കലകളെല്ലാം ക്ഷയിച്ചു പോട്ടെ എന്ന്. ആ ശാപത്തിൽ നിന്നും ഒരു പരിധി വരെ ചന്ദ്രൻ മുക്തനായത് പ്രഭാസത്തിൽ സ്നാനം ചെയ്തിട്ടാണ്. അപ്പം നമുക്കിവിടെ ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ, ബ്രാഹ്മണ ശാപം. അപ്പോൾ ഭഗവാൻ പറയുകയാണ് നമുക്കെല്ലാവർക്കും, കാരണം ഈ ദ്വാരക 7 ദിവസത്തിനുള്ളിൽ മുങ്ങിത്താഴും. നമുക്ക് എന്ത് ചെയ്യാം? പ്രഭാസത്തിൽ പോയി ബ്രാഹ്മണർക്ക് ഭോജനമൊക്കെ കൊടുക്കാം, പിതൃക്കൾക്കും ദേവന്മാർക്കും തർപ്പണമൊക്കെ ചെയ്യാം. ഇങ്ങനെ സത്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടാം. അപ്പം നിങ്ങൾ പെട്ടിയും കിടക്കയും എല്ലാം എടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ യാദവരെ എല്ലാം തയ്യാറാക്കുന്ന സമയത്താണ് ഉദ്ധവർക്ക് കാര്യം മനസ്സിലായത്. ഇതവിടെ കൊണ്ടുവിട്ടിട്ട് മൊഴി ചൊല്ലി പോവുകയാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആകെ വിഷമായി. അപ്പോൾ ഉദ്ധവർ ആരുമില്ലാത്ത സമയത്ത് ആ ഭഗവാന്റെ പാതാരബന്ധങ്ങളെ പിടിച്ച് വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ്, ഭഗവാനെ, ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? അങ്ങേക്ക് പരമാത്മാവായിട്ട് അങ്ങേക്ക് ഈ ബ്രാഹ്മണ ശാപമൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള കഴിവില്ലേ? എന്നിട്ട് ചുമ്മാ എന്തിനാണ് ഈ ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറയുന്നത്? അങ്ങയുടെ ഈ ഭൗതിക ശരീരം കാണാതെ, ഈ ശബ്ദം കേൾക്കാതെ, ഈ രൂപം കേൾക്കാതെ ഞങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞുകൂടും? അങ്ങ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ വിഷമത്തെപ്പറ്റി ഒന്നും ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ്, വളരെയധികം വിഷമിച്ച്. ഈ ഉദ്ധവരാരാണെന്നറിയാവോ? 5 വയസ്സായിരിക്കുന്ന സമയത്ത് പോലും വളരെ ഈ കളിമണ്ണ് കൊണ്ടൊക്കെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടാക്കി കളിക്കുന്ന ആളാണ്. അമ്മ ഉച്ചയ്ക്ക് കഴിക്കാൻ വിളിച്ചാലും ആ നിവേദ്യം പൂർത്തിയായില്ലെങ്കിൽ, പൂജ തീർന്നില്ലെങ്കിൽ എഴുന്നേറ്റ് വരാത്തയാളാണ്. അത്ര പരമഭക്തനാണ്. അത് കഴിഞ്ഞിട്ടോ വലുതായി കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ വലിയ ഭക്തനായി, മിത്രമായി, ഭഗവാന്റെ മന്ത്രിയായി. എന്നിട്ട് ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങേ കാണാതെ ഞാനെങ്ങനെയാണ് കഴിച്ചു കൂട്ടുക? ഞാൻ എന്താ ചെയ്യാറുള്ളത്? അങ്ങ് രാവിലെ കുളിക്കാറാവുമ്പോൾ
തലേദിവസത്തെ വസ്ത്രമൊക്കെ അഴിച്ചിടും. ഞാൻ എന്നും ഉടുക്കുന്നത് ആ വസ്ത്രമാണ്. അതുപോലെ എല്ലാ ദിവസവും ആ തലേദിവസത്തെ വനമാല അങ്ങ് എൻ്റെ കഴുത്തിൽ ചാർത്തി തരില്ലേ? അങ്ങ് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ ഒരു അംശമല്ലേ ഞാൻ കഴിക്കുന്നത്? ചുമ്മാതെയാണോ ഉദ്ധവരെ കാണുമ്പോൾ ഭഗവാനായിട്ട് തോന്നുന്നത്? ഇങ്ങനെയൊക്കെയുള്ള എന്നെ അങ്ങ് വിട്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഉദ്ധവർ ചോദിക്കുന്നത്. അപ്പോഴാണ് ഭഗവാൻ ഉദ്ധവരുടെ ഈ മനസ്സിനെല്ലാം ശാന്തി വരുത്താനായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത്. വളരെ ബൃഹത്തായിട്ടുള്ള ഉപദേശം. അതിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം നിങ്ങളിവിടെ കേട്ട് കഴിഞ്ഞു അല്ലേ? ആ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. സാഖ്യയോഗ, ഇളഗീത, ക്രിയായോഗം നമ്മളിവിടെ പറഞ്ഞു. യോഗങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. അവസാനം ജ്ഞാനയോഗം ഉപദേശിച്ചു കൊടുത്തു. ജ്ഞാനയോഗം എല്ലാം ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉദ്ധവർ പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, ഇതൊന്നും ഞങ്ങളെക്കൊണ്ട് പറ്റില്ല. വലിയ വലിയ യോഗിമാർക്ക് പോലും ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും ഒന്നും പറ്റില്ല അല്ലേ? ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ആ അഷ്ടാംഗ യോഗമൊക്കെ ശീലിക്കുന്ന വളരെ വലിയ യോഗികൾക്ക് പോലും ഈ ജ്ഞാനയോഗം അസാധ്യമാണ്. ഇവിടെ ഉദ്ധവരോ ഭഗവാന്റെ ശരീരം പോകുന്നു എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, എൻ്റെ ഭഗവാനെ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള, എന്നെപ്പോലെയുള്ളവർക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരൂ എന്ന് പറയുമ്പോഴാണ്, അതായത് വൈരാഗ്യം കൂടുതലുള്ളവർക്കുള്ളതാണ് ജ്ഞാനയോഗം, വൈരാഗ്യം കുറവുള്ളവർക്കോ ഭക്തിയോഗം അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ ആ ഭക്തിയോഗം ഉപദേശിച്ച് കൊടുക്കുകയാണ്. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയുടെ ഏറ്റവും പരമമായിട്ടുള്ള തലമേത്? 3 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്, ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അല്ലേ? ഒന്ന്, ഏറ്റവും താഴ്ന്ന പടിയിലുള്ള ഭക്തൻ. ആ ഭക്തൻ എന്താ പറയുന്നത്? ദാ ഭഗവാൻ അവിടെ ഇരിക്കുന്നു അല്ലേ, ക്ഷേത്രത്തിലിരിക്കുന്നു, ഭഗവാൻ ദാ വിഗ്രഹത്തിലിരിക്കുന്നു എന്നൊക്കെ പറയും. അത് മോശമാണെന്നല്ല. കാരണം എന്താണ്? അയാളും ഭക്തനാണ്. ഈ ഭക്തൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടണേ തന്നെ എന്തൊരു പാടാ. ഇത് നമ്മൾ പറഞ്ഞാൽ മതിയോ? ആര് പറയണം? നീ എൻ്റെ ഭക്തനാണെന്ന് സർട്ടിഫിക്കറ്റ് നമ്മളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് നമ്മൾ തന്നെ സീല് വെച്ചാൽ എങ്ങനെ ഇരിക്കും അല്ലേ? അതിന് വേണ്ട അധികാരി തന്നെ അത് സീല് വെച്ച് തരണം. അപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെ പറയണം. പക്ഷേ ഭഗവാൻ പറയുന്നത് ഇതൊരു എൻട്രി പോയിൻ്റാണ്, വിസിറ്റിംഗ് കാർഡാണ്. എന്താണെങ്കിലും നീ ഭക്തനാണ്. അപ്പം നീ എന്ത് ചെയ്യും? ദാ അവിടെ ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയും. അടുത്ത മധ്യമ ഭക്തനാവുമ്പോൾ എന്താണ്? എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയും. ഉത്തമ ഭക്തൻ എന്ത് പറയും? എല്ലാത്തിലും ഭഗവാൻ ഇരിക്കുന്നു. ആ സമ അവസ്ഥ, സമതുലിത അവസ്ഥ എന്ന് പറയില്ലേ, സമഭാവന, എല്ലാത്തിലും ഭഗവാനെ കാണുന്ന ഒരു ഭാവന. ഇതാണ് ഭക്തിയോഗത്തിൻ്റെ ഉയർന്ന പടി. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു ഭാവമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന്. ഇത് മനസ്സിലാക്കാൻ വളരെ ചെറിയ ഒരു സംഭവം പറയാം. നമുക്കിങ്ങനെ തത്വമൊക്കെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. എന്താ, എല്ലാത്തിലും ഭഗവാനെ കാണുക എന്ന്. എന്നിട്ട് പാറ്റായെ കാണുമ്പം നമ്മൾ ഹിറ്റെടുത്തടിക്കും അല്ലേ? പാമ്പിനെ കാണുമ്പോൾ ഓടും. ഇതൊക്കെ ഉദ്ധവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗം കൊല്ലുമ്പോഴും സമഭാവനയോടുകൂടി ഈശ്വര ചൈതന്യമാണെന്ന് ഞാൻ വിചാരിക്കണോ? എന്നെ പാമ്പ് കൊത്താൻ വരുമ്പോഴും ഞാൻ സമഭാവനയോടുകൂടി വിചാരിക്കണോ? പക്ഷേ ഭഗവാൻ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങിയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ളതുപോലെ പതുക്കെ പതുക്കെ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമഭാവനയാണ് ഭക്തി എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്വാമിജി പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചതാണ് ഇത്. ഉത്തരകാശിയിലെ ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിലെ കുട്ടി സ്വാമിജി എന്നറിയപ്പെടുന്ന ഹരിബ്രഹ്മേന്ദ്രാനന്ദ തീർത്ഥ, അദ്ദേഹം 9 വയസ്സിൽ ഗൃഹം വിട്ട് സന്യാസിയായി പോയതാണ് കേരളത്തിൽ നിന്ന്. എല്ലാ സന്യാസി വര്യന്മാരും ബഹുമാനിക്കുന്ന ഒരാളാണ്. ചെറുപ്പക്കാരനാണ്. കുട്ടി സ്വാമിജി എന്നറിയപ്പെടും. 6 അടി പൊക്കമുണ്ട്. പക്ഷെ കുട്ടി സ്വാമിജി എന്നറിയപ്പെടാൻ കാരണം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ സന്യാസം എടുത്ത് ഹിമാലയത്തിൽ സന്യാസവേഷം ധരിച്ച് നടക്കുന്നുണ്ട്. കാണുന്നവരെല്ലാം എന്ത് വിളിക്കും? കുട്ടി സ്വാമിജി എന്ന് വിളിക്കും. പക്ഷേ അദ്ദേഹം ആദിശങ്കര ബ്രഹ്മവിദ്യാപീഠത്തിൽ നമ്മൾ പോലെ ഭൗതികരായിട്ടുള്ളവരായിട്ടൊന്നും ഇടപഴകിയല്ല അവർ ജീവിക്കുന്നത്. അവിടെ ആശ്രമമാണ്, ബ്രഹ്മചാരികൾക്ക് ശിക്ഷണം കൊടുക്കുന്നതാണ്. അപ്പോൾ വേദവും വേദാന്തവും ആഴത്തിലുള്ള പഠനങ്ങളാണ്, വേദാന്തമാണ് കൂടുതൽ അവിടെയുള്ളത്. നമുക്കൊക്കെ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള ആശ്രമത്തിലെ ഒരു സന്യാസി വര്യൻ
ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു ക്ലാസ് ഒന്ന് എടുക്കണം. കുറേ സെമിനാറുകളാണ്, കുറേ വിഷയങ്ങളെ പറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തത് യോഗസൂത്രത്തിനെ പറ്റിയുള്ള ഭാഗം എടുക്കാനാണ്. ഇംഗ്ലീഷിലാണ് പ്രഭാഷണം. അപ്പോൾ ഇദ്ദേഹം ക്ലാസ് എടുക്കാനായിട്ട് വന്നു. വിദേശികളായിട്ടുള്ളവർ ധാരാളം ഉണ്ട് കേൾക്കാൻ. അതിൽ ചൈനയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊന്നും ഈ പറയുന്ന വിഷയത്തെപ്പറ്റി വളരെ വലിയ അറിവുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ യോഗസൂത്രത്തിനെ പറ്റി പറയുമ്പോൾ സമാധി അവസ്ഥയ്ക്ക് ഉള്ള വഴികൾ എന്തൊക്കെ എന്ന് പറഞ്ഞു. അതിനുള്ള പല വഴികൾ പറയുന്ന കൂട്ടത്തിൽ ശരണാഗതിയെപ്പറ്റി ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ശരണാഗതിയെപ്പറ്റി, സമർപ്പണത്തിനെ പറ്റി, ഭഗവാന്റെ പാദങ്ങളിലുള്ള ഭക്തിയെപ്പറ്റി എല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം ഇവർ കേട്ടുകൊണ്ടിരുന്നു. ഈ സെഷനെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ആൻസർ സെഷനുണ്ട്. സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ചൈനയിൽ വന്ന സ്ത്രീയെ ചോദിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ ഈ ശരണാഗതി, സമർപ്പണം, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ സറണ്ടർ എന്ന് പറയും. അതൊരിക്കലും ശരിയായ വാക്കല്ല. സറണ്ടർ എന്ന് പറഞ്ഞാൽ ആരോ കത്തിയെടുത്ത് ഇവിടെ കുത്തി പിടിച്ചിട്ട് കീഴടങ്ങടാന്ന് പറയുന്നത് പോലെയാണ്. ശരണാഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ആകെ കേട്ടിരിക്കുന്നത്, ഇപ്പം നമുക്ക് ഭാരതത്തിൽ കുറച്ച് യോഗയ്ക്കൊക്കെ പ്രശസ്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ യോഗസൂത്രത്തിൽ കേട്ടിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് യോഗ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഭക്തി എന്താണെന്ന് അവർക്ക് അറിയില്ല, ശരണാഗതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവർ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഭക്തി? വാട്ട് ഈസ് മെൻ ബൈ ശരണാഗതി? സ്വാമിജി ആകെ കുഴപ്പത്തിലായി. സ്വാമിജി പറഞ്ഞു, യാതൊരു തരത്തിലുള്ള അടിസ്ഥാനം ഇല്ലാത്ത ഇവരെ ഞാൻ എങ്ങനെ ഭക്തി എന്ന് പറയും? കാരണം ഇവർ അച്ഛനമ്മമാരെ നമസ്കരിക്കാറില്ല, ദൈവത്തിന് ഈശ്വരവിശ്വാസം ഇല്ല, നാസ്തികരാണ്. അപ്പോൾ അങ്ങനെ പോലും ഒന്നിനെ നമസ്കരിക്കാത്ത ഇവരോട് ഭക്തി എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അപ്പോൾ സ്വാമിജി പറഞ്ഞു, എനിക്ക് ഒരാഴ്ചത്തെ സമയം തരിക, അതിനുള്ളിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം ഭക്തി എന്താണ് എന്ന്. ഇവരടുത്ത ദിവസം വന്നു. അടുത്ത ദിവസം വന്നപ്പോൾ ഒരാൾ അവർക്ക് ഒരു കസേര ഇട്ട് കൊടുത്തു. അപ്പോൾ ഉടനെ ഇവർ താങ്ക് യു പറഞ്ഞു. കുടിക്കാനായിട്ട് വെള്ളം കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവരുടനെ എന്ത് പറഞ്ഞു? താങ്ക് യു പറഞ്ഞു. അപ്പോൾ സ്വാമിജി ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ താങ്ക് യു പറയുന്നത്? അല്ല, എനിക്കൊരു ഉപകാരം ചെയ്തു തന്നതല്ലേ, അപ്പോൾ നമ്മൾ താങ്ക് യു പറയണ്ടേ? അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താവിന് കാപ്പി കൊണ്ട് കൊടുത്താൽ ഭർത്താവ് ഭാര്യയ്ക്ക് താങ്ക് യു പറയും. അപ്പം ഇങ്ങനെയുള്ളൊരു സംസ്കാരമാണ്. അപ്പോൾ എല്ലാത്തിനും താങ്ക് യു പറയും. അപ്പോൾ സ്വാമിജി പറഞ്ഞു, നിങ്ങൾ ഇത്ര ചെറിയ കാര്യങ്ങൾക്ക് താങ്ക് യു പറയുന്നുണ്ടെങ്കിൽ, അതായത് ഇത്ര ചെറിയ ചെറിയ ഉപകാരങ്ങൾ ചെയ്യുന്നവർക്ക് താങ്ക് യു പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടേ നിങ്ങൾ താങ്ക് യു പറയാൻ? അപ്പം ഇവർ ചോദിച്ചു, അതാരാ, എങ്ങനെയാണ് ഉള്ളത്, ആരൊക്കെയാണത്? അപ്പോൾ സ്വാമിജി പറഞ്ഞു, നിങ്ങൾക്കാരാണ് ജന്മം തന്നത്? നിങ്ങൾക്ക് ഈ ശരീരവും രൂപവും കിട്ടിയത് ആരാണ്? അപ്പോൾ പറഞ്ഞു, അച്ഛനമ്മമാരിലൂടെയാണ്. അച്ഛനമ്മമാരാണ് എനിക്ക് ജന്മം തന്നത്, എനിക്ക് രൂപം വരാൻ കാരണം അവരാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, അവരോടൊന്ന് പോയി ചോദിക്കാവോ ഈ രൂപമൊക്കെ തന്നത് അവരാണോ എന്ന്? അപ്പോൾ അവർക്ക് അതേന്ന് പറയാൻ പറ്റുമോ? അതേന്ന് പറഞ്ഞാൽ ഉടനെ കുട്ടി ചോദിക്കുക, എന്നാൽ പിന്നെ കുറച്ചുകൂടെ വെളുപ്പ് നിറം എനിക്ക് തന്നുകൂടായിരുന്നു, കുറച്ചും കൂടെ മുടിക്കൊക്കെ ഉള്ളു വെച്ച് തന്നുകൂടായിരുന്നോ, അല്ലേ, വിരലിനൊക്കെ കുറച്ചുകൂടി നീളം വെച്ച് തരാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പോൾ അച്ഛനും അമ്മയും ആണോ നമുക്ക് രൂപം തന്നത്? അല്ല, നമ്മൾ അച്ഛനമ്മമാരിലൂടെ വന്നു. നമ്മളുടെ ആകൃതിയെ ഇതുപോലെ സൃഷ്ടിച്ചതാരാണ്? ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? സൃഷ്ടി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? സൃഷ്ടാവുണ്ട്. എല്ലാ ദിവസവും എല്ലാ നേരവും വലിച്ചു വിടുന്നുണ്ടല്ലോ നമ്മൾ ശ്വാസം. വായുവിനെ കാണാൻ പറ്റുമോ? കാണുന്നില്ല എന്നും പറഞ്ഞ് വായു ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ അസ്തിത്വത്തെ നമുക്ക് നിരാകരിക്കാൻ സാധിക്കില്ല. നമ്മൾ കാണാത്ത എത്ര ജീവജാലങ്ങളുണ്ട് ഇവിടെ. നമ്മളെക്കാളും കാഴ്ചശക്തിയുള്ള, കേൾവി ശക്തിയുള്ള എത്രമാത്രം ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ശരീരം തന്ന, അല്ലെങ്കിൽ അവരിലൂടെ വന്നപ്പോൾ അവരോട് നിങ്ങളൊരു നന്ദി പറയണ്ടേ ചോദിച്ചു, അച്ഛനമ്മമാരോട്. അപ്പോൾ അവർക്ക് തോന്നി അത് ശരിയാണെന്ന്. അത് കഴിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ശരീരത്തിനൊക്കെ എങ്ങനെയാണ് ഊർജ്ജം ലഭിക്കുന്നത്? അതിൻ്റെ ഒരു പ്രധാന കാരണം എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്, അല്ലേ? ആ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ, എന്നും ചന്ദ്രൻ്റെ കിരണോ ശീതളിമയാണെങ്കിൽ എന്തായിരിക്കും?
ഏതെങ്കിലും ചെടി കിളുക്കുമോ? നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഇത്ര മാത്രം ഊർജം തരണമെങ്കിൽ ആ സൂര്യഭഗവാനോടൊരു താങ്ക് യു പറയണ്ടേ? സ്വാമിജി ചോദിച്ചു, മുമ്പ് പറഞ്ഞതുപോലെ ഇത്രമാത്രം ശ്വാസം വലിക്കുന്നുണ്ടെങ്കിൽ വായു ഭഗവാനോടൊരു താങ്ക് യു പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ജലമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ ജലത്തിനോട് നന്ദി പറയണ്ടേ? അപ്പം അവർക്ക് നോക്കിയപ്പോൾ ഇതെല്ലാം ലോജിക്കലാണ്. സ്വാമിജി പറഞ്ഞു, ഇതാണ് ഭക്തി. അതായത് ഞങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എന്തു ചെയ്യുന്നു? അച്ഛനമ്മമാരെ നമസ്കരിക്കുന്നു. അവരോടുള്ള താങ്ക് യു ആണ് ഞങ്ങളുടെ ഭക്തി. എന്തു ചെയ്യുന്നു? അവരിലും ഒരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ട്, ഏതോ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ രൂപം ലഭിച്ചതും എനിക്കിവിടെ ജീവിക്കാൻ സാധിച്ചതും. അതുകൊണ്ട് ഞങ്ങൾ അവരെ വണങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു ഈ സൂര്യപ്രകാശം തന്നതിന്. അത് സൂര്യനോടുള്ള ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അതാണ് ഞങ്ങളുടെ ഭക്തി എന്ന് പറയുന്നത്. ഞങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ എന്തു ചെയ്യുന്നു? ആ ജലമെടുത്ത് എല്ലാ പുണ്യനദികളെയും ഞങ്ങൾ വണങ്ങുന്നു. ഈ വെള്ളം ഇല്ലെങ്കിലോ? അല്ലേ? ചില ചിദാനന്ദപുര സ്വാമിജിയൊക്കെ പറയും, ഈ ജന്മത്തിൽ വല്ലാതെ ദാഹിക്കുന്നവരുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ തുള്ളി വെള്ളം കൊടുക്കാത്തവരാണ് ഈ ജന്മത്തിൽ പരവേശം എടുക്കുന്നത് എന്ന്. അപ്പോൾ ഈ ജലത്തിൻ്റെ പ്രാധാന്യം നമുക്ക് നന്നായിട്ട് അറിയാം. ആ ജലം നമുക്ക് ലഭിക്കുന്നത് നദികളിൽ നിന്നായതുകൊണ്ട് നമ്മളവയെ വണങ്ങുന്നു. പർവ്വതമില്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ വരും? മഴ എങ്ങനെ വരും? അതുകൊണ്ട് പ്രകൃതിയിലെ സകല ജീവജാലങ്ങളെ ഞങ്ങൾ വണങ്ങുന്നു. ഇതാണ് ഭക്തി. അതായത് എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള ഭാവം. ശ്രീരുദ്രത്തിൽ എന്താ പറയുന്നത്? തസ്കരാണാം പതയേ നമഃ. കള്ളനിലുമുള്ളത് എന്താണ്? ഈശ്വര ചൈതന്യമാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നു, ഉദ്ധവർ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയും? അല്ലേ? ഈ പാമ്പിനെ ഇതിനൊക്കെ ആണെങ്കിൽ അത്രമാത്രം സമഭാവനയുണ്ടോ? നമുക്ക് സഗുണഭക്തിയാണ്. ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ ദ്വന്ദ്വമായി, അല്ലേ? ഒരാളോടുള്ള ഭക്തിയായി. അപ്പോൾ ഇതിനോടൊക്കെയുള്ള മനോഭാവം ഞാൻ എങ്ങനെ മാറ്റുമെന്നുള്ളത് ഭഗവാൻ പറയുന്നു. കള്ളൻ വരുമ്പോൾ നമസ്കരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കള്ളന് മോഷ്ടിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനുള്ള കഴിവ് കള്ളനുണ്ട്. ആ ബുദ്ധി തന്നിട്ടാണ് ഭഗവാൻ നമ്മളെ വിട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യേകത എന്താ? മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിശേഷ ബുദ്ധി ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ വിശേഷ ബുദ്ധി? ആർക്കും ഇല്ലാത്ത എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ? ഞാൻ എല്ലായ്പ്പോഴും പറയും, കാരണം ഞാൻ മാനേജ്മെൻറ്റ് ടീച്ചർ ആയതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ്സിനെ പറ്റിയൊക്കെ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുമ്പോൾ മറ്റ് പ്രോഡക്റ്റുകൾക്ക്, നമ്മുടെ കോമ്പറ്റീറ്റർ പ്രോഡക്റ്റിന് ഇല്ലാത്ത ഫീച്ചേഴ്സ് എന്തോ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പം മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി നമുക്കുണ്ടെങ്കിൽ, പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമുണ്ട്. ഇത് ഉപയോഗിക്കാൻ പഠിക്കണ്ടേ? ആർക്കും ഇല്ലാത്തതിനെയല്ലേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അത് പറയുന്നു, ഒരു കള്ളനാണെങ്കിലും ശരി അവന് വിശേഷ ബുദ്ധിയുണ്ട്. മനുഷ്യനാണെങ്കിൽ ഈ വിശേഷ ബുദ്ധി എന്താണ്? മോഷ്ടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി. അവിടം വരെ അവൻ്റെ കഴിവാണ്. നമ്മൾ എന്തു ചെയ്യും? കുരുത്തക്കേട് കാണിച്ചിട്ട് പറയും, എന്നാലും ഭഗവാനെ നീ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചല്ലോ എന്ന്. ഒരു ഉത്തരവാദിത്വവും ഭഗവാനില്ല. കാരണം ബ്രഹ്മാവ് നമ്മളെ മാനുഫാക്ചർ ചെയ്തപ്പം ഈ കഴിവ് ഇൻസ്റ്റോൾ ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. കള്ളന് തീരുമാനിക്കാം മോഷ്ടിക്കണോ വേണ്ടയോ എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം കൊല്ലണോ വേണ്ടയോ, ഇഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ. തീരുമാനമെടുക്കുന്നത് വരെയുള്ള കഴിവ് ആരുടെയാണ്? നമ്മളുടേതാണ്. തീരുമാനമെടുത്താൽ അതിനുള്ള ശക്തി ആര് തരണം? കള്ളൻ മോഷ്ടിക്കാൻ തീരുമാനമെടുത്തെങ്കിൽ മോഷ്ടിക്കാനുള്ള ശക്തി ആര് കൊടുക്കണം? ഭഗവാൻ കൊടുക്കണം. കൊല്ലാൻ ഒരാൾ തീരുമാനിച്ചാൽ കൊല്ലാനുള്ള ശക്തി ആര് കൊടുക്കണം? ഭഗവാൻ കൊടുക്കണം. ഇതാണ് തസ്കരാണാം പതയേ നമഃ. അവനിലുമുള്ള ചൈതന്യം ആരുടേത് തന്നെയാണ്? എൻ്റേത് തന്നെയാണ്. ഭഗവാൻ പറയുന്നുണ്ട് പുരുഷ സൂക്തത്തിൽ, ത്രിപാദസ്യാമൃതം ദിവി പാദോസ്യ വിശ്വഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ജഗത്ത് മുഴുവൻ എടുത്താൽ ഭഗവാന്റെ ഒരു പാദമേ ആകുന്നുള്ളൂ. ബാക്കി 3 പാദങ്ങൾ ദിവ്യമാണ്, ആ അമൃതമയമാണ്. ഈ ജഗത്ത് മുഴുവൻ എടുത്താൽ
ആകെ ഒരു പാദമേ ആകുന്നുള്ളൂ. ബാക്കി ഈ പ്രപഞ്ചം മുഴുവൻ എല്ലായിടവും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഉദ്ധവരോട് പറയുകയാണ്, ഉദ്ധവ നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഇതെൻ്റെ വാക്കാണ്. എൻ്റെ വാക്ക് എന്തുണ്ട്, തെറ്റാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, പതുക്കെ പതുക്കെ ഓരോ വസ്തുവിലും ഈശ്വര ചൈതന്യമുള്ളതായിട്ട് ഭാവന ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറയാറുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കുമ്പോൾ ഒരു 10 വസ്തുവിനെ കാണുമ്പോൾ അതിൽ ഈശ്വര ചൈതന്യം ഉണ്ടെന്നൊന്ന് ചിന്തിക്കുക. അത്രമാത്രം മതി. 10 വസ്തുവിൽ ഈശ്വര ചൈതന്യമുണ്ടെന്ന് ചിന്തിക്കുക. എല്ലാ ദിവസവും ഇത് പതുക്കെ പതുക്കെ ചെയ്യുക. അപ്പോൾ മാത്രമല്ല, ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയാം, ഉദ്ധവ, ഈ മനസ്ഥിതി ഉണ്ടാകാൻ നീ എല്ലായ്പ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സമഭാവനയോടുകൂടി വീക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാകാൻ നീ പ്രാർത്ഥിക്കണം. നിൻ്റെ സാധന അതിനു വേണ്ടിയിട്ടായിരിക്കണം. അപ്പം എന്ത് വരും, ഈ സാധന മുന്നോട്ട് പോകും തോറും അതിൽ ഫലമുണ്ടാവും. അപ്പോഴാണ് ഉദ്ധവർ ചോദിക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ പാമ്പ് കടിക്കാൻ വരില്ലേ, ഓരോ മൃഗങ്ങൾ ഉപദ്രവിക്കാൻ വരില്ലേ എന്ന്. ഭഗവാൻ പറയുകയാണ്, സാധന കൂടുന്തോറും ഈ വിഘ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണിത് ഭഗവാന്റെ വാക്കാണ്. നമ്മുടെ മനസ്സിൽ ഓരോ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള വിശ്വാസം ബോധ്യമായിട്ട് മാറും തോറും നമ്മളുടെ ചുറ്റുപാടും അതിനനുസരിച്ച് മാറും. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ് പ്രകൃതി മാറുന്നത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, കാരണം എന്താണ്, ഇതെൻ്റെ വാക്കാണ്, എൻ്റെ വാക്ക് സത്യമാണ്. അപ്പോൾ എന്താണ്, നീ ഓരോന്നിലും എൻ്റെ ചൈതന്യം ഉറപ്പായിട്ട് സംശയത്തോടുകൂടി കാണരുത്. സംശയത്തോടുകൂടി കണ്ടാൽ ശരിയാവില്ല. പതുക്കെ പതുക്കെ സാധന ചെയ്ത് നമ്മളിത് ഉയർത്തിക്കൊണ്ട് വരണം. ഉയർത്തിക്കൊണ്ട് വന്നാൽ ആ ഭാവന ദൃഢമാകും തോറും നിൻ്റെ ചുറ്റിലുള്ള അന്തരീക്ഷം മുഴുവൻ അതിനനുസരിച്ച് മാറും. അതുകൊണ്ട് സമഭാവന വളരെ അത്യാവശ്യമാണ്. എല്ലാത്തിലും ആ ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള ഒരു ഭാവന. അപ്പോഴും ഉദ്ധവർ പറയുന്നുണ്ട്, ഭഗവാനെ ശ്രമിക്കാം. കാരണം ഈ അങ്ങ് പറഞ്ഞ കർമ്മയോഗവും ജ്ഞാനയോഗവും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ തോന്നുന്നത് എന്താണ്, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലുള്ള ശരണാഗതി മാത്രമേ പറ്റൂ. ഈ യോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ളതാണ് ഈ ശരണാഗതി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഉദ്ധവരെ തീർച്ചയായിട്ടും അതുതന്നെയാണ് വേണ്ടത്. ഭക്തിമാർഗത്തിൽ എന്താണ്, ഭഗവാന്റെ പാദങ്ങളിലുള്ള ശരണാഗതി ഭാവമാണ്. നിരവധി വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ വിഷയം അതുതന്നെ ആയതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്. പാദങ്ങളുടെ പ്രത്യേകത, ശരണാഗതിയുടെ പ്രത്യേകത. ഭക്തിശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഭഗവാന്റെ ഈ കേശാദിപാദ പാദാദികേശ വർണ്ണനയൊക്കെ ഉണ്ടല്ലോ. ഭക്തിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എല്ലായ്പ്പോഴും കേശാദിപാദ വർണ്ണനയായിരിക്കും. ആ വർണ്ണന എവിടെ വന്ന് സമാപിക്കും, പാദങ്ങളിൽ വന്ന് സമാപിക്കും. ശരണാഗതി ഭാവം. നേരെ മറിച്ച് യോഗികളുടെ ആണെങ്കിലോ, അഷ്ടാംഗയോഗം ശീലിക്കുന്നവരാണെങ്കിൽ പാദങ്ങളിലൂടെ വന്ന് ശിരസിൽ വന്ന് ഭഗവാന്റെ പുഞ്ചിരിയിൽ വന്ന് അതിൽ ധാരണ ഉറപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഹിമവത് വിഭൂതികൾ എന്നറിയപ്പെടുന്ന തപോവൻ സ്വാമികൾ ബദരിയിലിരുന്ന് ബദരീശ സ്തോത്രം രചിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ചിന്മയാനന്ദ ഗുരുദേവൻ. ഈ ബദരീശ സ്തോത്രം രചിച്ചപ്പോൾ അതിലെ ആദ്യത്തെ ശ്ലോകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ ഒരു ഉയർന്ന പ്രദേശത്ത്, ഉറച്ച പ്രദേശത്ത് പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ബീജമായിട്ടുള്ള ബദരീശൻ സ്തുതി ചെയ്യുന്നു. എത്ര ആഴത്തിലുള്ള വാക്കാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ബീജമായിട്ടുള്ള ബദരീശൻ, ആദ്യത്തെ ശ്ലോകം. അടുത്ത ശ്ലോകം എന്താണ്, പരമജ്ഞാനിയാണ് തപോവൻ സ്വാമികൾ. അദ്ദേഹം പറയുന്നു, ഈ സംസാര സാഗരത്തിൽ നിന്നും കരകയറാൻ ഈ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒന്നും പറ്റില്ല. മറിച്ച് എന്താണ്, അങ്ങയുടെ പാദങ്ങളിലെ ശരണാഗതി ഭാവം മാത്രമേ എനിക്ക് സാധിക്കൂ എന്ന് പറയുകയാണ്. ഇതുപോലെയുള്ളവരുണ്ട്. കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ കുഞ്ഞിക്കാവ് തിരുമേനി ഇവരെക്കുറിച്ചൊക്കെ പറയും. കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഏകാദശി ദിവസമാകുമ്പോഴേക്കും തൻ്റെ വീടിൻ്റെ വാതിലെല്ലാം തുറന്നു വിടും.
കാക്കയോ പട്ടിയോ പൂച്ചയോ എന്ത് വന്നാലും അവയെല്ലാം ഈശ്വര സ്വരൂപമായിട്ട് കാണും. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും അങ്ങനെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടല്ലോ. ഭഗവാൻ പറയുന്ന അത്രയൊക്കെ മതി. അങ്ങനെ പതുക്കെ പതുക്കെ കയറി വന്നാൽ മതി. ഓരോ വസ്തുവിലും ആ ഈശ്വര സ്വരൂപമായിട്ട് കണ്ട് നമസ്കരിക്കുക. അവരെ നേരിട്ട് പോയി നമസ്കരിക്കണം എന്നില്ല. പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിലത് ചിന്തിച്ചാൽ മതി. ഉള്ളിലത് ചിന്തിക്കുമ്പോൾ പ്രകൃതിയിലും വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുണ്ടാകാൻ, ആ ഭക്തി ഉണ്ടാകാൻ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കണം. ഇപ്പോൾ തിരുമനസ് ഇവിടെ ശർമാജി പറഞ്ഞു, ആ പാദങ്ങളിൽ തലമുട്ടിച്ച് നമ്മൾ നമസ്കരിക്കുമ്പോഴുള്ള പ്രത്യേകത. എന്തിനാണ് ഭഗവാന്റെ പാദങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുക. ഭഗവാന്റെ മൂക്കിൽ തൊട്ടാണോ തലയിൽ വയ്ക്കുക? കണ്ണിൽ തൊട്ടാണോ തലയിൽ വയ്ക്കുക? ഭഗവാന്റെ പാദങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഗുരുവിൻ്റെ എന്തിനെയാണ് ആശ്രയിക്കുക? ഗുരുവിൻ്റെ പാദങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുക. പാദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ ബദരീശ സ്തോത്രത്തിന് വ്യാഖ്യാനം എഴുതിയ ചിന്മയാനന്ദ ഗുരുദേവൻ പറയുന്നുണ്ട്. ഒരാളുടെ പാദം നമ്മുടെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു, ഉറപ്പിനെ. നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? പാദത്തിന് ഉറപ്പ് വേണം, അല്ലേ? എങ്കിലേ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നു. ഗുരുവിൻ്റെ പാദം സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഈ ജീവിതകാലം മുഴുവൻ ഏതാശയത്തിന് വേണ്ടി, ഏത് ആദർശത്തിന് വേണ്ടി നിലകൊണ്ടുവോ അതാണ് ആ പാദം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പാദത്തെ നമസ്കരിക്കുക വഴി എന്താണ്? ഈ പാദത്തെ നമസ്കരിക്കുന്ന വഴി നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മുടെ ഗുരു ഏത് ആശയത്തിന് വേണ്ടി, ഏത് ആദർശത്തിന് വേണ്ടി നിലകൊള്ളുവോ അത് നമ്മളിലേക്കും ആകണം. പക്ഷേ നമ്മൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മസ്തിഷ്കത്തിനെ പരിശീലിപ്പിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ തല ആ പാദത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ മുട്ടിച്ച് നമസ്കരിക്കുന്നു. എന്തിനാ? ബ്രെയിനിന് പ്രാക്ടീസ് കൊടുക്കുകയാണ്. ഈ പാദം എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ പ്രവർത്തിക്കണമെന്ന്, അല്ലേ? ശ്രീരാമൻ്റെ പാദുകമെടുത്താണ് ഭരതൻ പൂജ ചെയ്തത്. പാദമല്ല പൂജ ചെയ്തത്, പാദുകമാണ്. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ എന്ത് പറയും? ഫുട്വെയർ, ചെരുപ്പെടുത്ത് പൂജ ചെയ്തു എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പാദം എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്. ശ്രീരാമൻ എന്തിനെ പ്രതിനിധാനം ചെയ്തു? രാമോ വിഗ്രഹവാൻ ധർമ്മ. ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേതായിട്ടുള്ള ധർമ്മത്തിനെ പ്രതിനിധാനം ചെയ്തു. എങ്ങനെ? രാമൻ വിഗ്രഹരൂപമെടുത്ത്, അല്ലെങ്കിൽ ധർമ്മം വിഗ്രഹരൂപമെടുത്തതാണ് രാമൻ. രാമൻ ഒന്നിനെയും ധർമ്മത്തിനെ പിന്തുടർന്നിട്ടില്ല. കാരണം എന്താണ്? രാമൻ തന്നെയാണ് ധർമ്മം, ധർമ്മം തന്നെയാണ് രാമൻ. അപ്പം രാമൻ എന്തിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ രാമൻ എന്താണ്? ധർമ്മമാണ്. അപ്പം രാമൻ്റെ പാദുകമെടുത്ത് പൂജ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ എന്ത് പൂജിച്ചു? ഭരതൻ ധർമ്മത്തിനെ പൂജിച്ചു, ധർമ്മിഷ്ഠനായിരിക്കാൻ വേണ്ടിയിട്ട് പൂജിച്ചു എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഉദ്ധവരെ അങ്ങ് ഇതെല്ലാം പതുക്കെ പതുക്കെ മനസ്സിലാക്കുക. അങ്ങ് എന്തു ചെയ്യണം? ഇത് മനനം ചെയ്യുക, വിചാരം ചെയ്യുക. കാരണം മോക്ഷം വേണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനവും വൈരാഗ്യവും തീവ്രമാകണം. ഇത് രണ്ടും വേണം. അപ്പോൾ അങ്ങേക്കിത് വേണമെങ്കിൽ ഏകാദശ സ്കന്ധം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? വിചാരശീലമുള്ളവർക്കാണിത്. ഭഗവാൻ വളരെ വലിയ ഉപദേശങ്ങളാണ് അതിനു മുമ്പൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഭക്തിയോഗം വരുമ്പോൾ ഭഗവാൻ ഭക്തർക്കായിട്ടുള്ള, നമുക്ക് സാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇതാർക്ക് വേണ്ടിയിട്ടാണ്? നിമിത്തമാത്രം ഭവ സവ്യസാചി എന്ന് പറയുന്നത് പോലെ നമുക്ക് അർജുനനെ നിമിത്തമാക്കിയിട്ട് നമുക്ക് ഉപദേശിച്ചതുപോലെ ഉദ്ധവരെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നമുക്ക് ഇത് ഉപദേശിച്ചു തരികയാണ്. ഉദ്ധവരോട് പറയുന്നുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യണം ഉദ്ധവരെ? ഞാനിത് പറഞ്ഞ് വെറുതെ കേട്ടാൽ പോരാ. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിട്ടാലോ? ഒരു കാര്യവുമില്ല. ഇതെന്ത് ചെയ്യണം? മനനം ചെയ്യണം. ഈ മനനം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വേദത്തിലെ അറിവുകൾ മനനം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, വരട്ട് വേദാന്തം എന്നൊക്കെ പറയും. അയ്യോ ഇതെന്തൊരു ബുദ്ധിമുട്ടാണ് ഭഗവാനെ, നമുക്ക് സ്തോത്രവും കാവ്യവും ഒക്കെയാണ് പറ്റുന്നതെന്ന് പറയും. പക്ഷെ ഉദ്ധവരാരാണ്? പരമജ്ഞാനിയാണ്. അതിന് യോഗ്യതയുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഉപദേശം കേട്ടാൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം? അതിനെപ്പറ്റി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? ഉദ്ധവ, അങ്ങ് തന്നെയാണ് ഞാൻ. നിൻ്റെ ഉള്ളിലും ചുറ്റിലും പുറത്തും അകത്തും താഴെയും മുകളിലുമെല്ലാം
ഞാൻ തന്നെയാണ്, യാതൊരു ഭേദഭാവവും വേണ്ട. അപ്പോൾ ഏകദേശം ഉദ്ധവർക്ക് കാര്യമൊക്കെ പിടികിട്ടി. ഉദ്ധവർ അപ്പോഴേക്കും കുടുകൂടെ കണ്ണുനീരൊഴിക്കാൻ തുടങ്ങി. ഇവിടെ കണ്ണുനീര് വരുന്ന എന്തുകൊണ്ടാണ്? മുമ്പ് ഭഗവാൻ വിട്ടുപോകുന്നുള്ളത് കൊണ്ടാണോ? അല്ല, പതുക്കെ സ്പാർക്ക് ഉണ്ടാകാൻ തുടങ്ങി. ഭഗവാൻ പറയുന്നൊക്കെ അനുഭൂതി തലത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഭഗവാന്റെ ശരീരം അവിടെ ഇല്ലെങ്കിലും വിഷമമുണ്ട്, നല്ല വിഷമമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ്, ആ ഭഗവാൻ പറഞ്ഞതിനെയൊക്കെ മനനം ചെയ്യാം എന്നുള്ള ഒരു ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ ഉദ്ധവരെത്തി. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഉദ്ധവരെ വിഷമിക്കേണ്ട, ഇത് മനനം ചെയ്താൽ അങ്ങേക്ക് പരമമായിട്ടുള്ള ആ ജ്ഞാനം സിദ്ധിക്കും, അങ്ങേക്ക് മോക്ഷം ലഭിക്കും. പക്ഷെ അതിനായിട്ട് എന്ത് വേണം? ഏകാന്ത ഭക്തി, അല്ലേ? അങ്ങ് എന്ത് ചെയ്യണം? വളരെ പുണ്യമായിട്ടുള്ള പ്രദേശമായിട്ടുള്ള ആ ബദരിയിൽ പോയി തപസ് ചെയ്യുക. ആ ബദരിയിലേക്ക് പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ അങ്ങ് ആരെ കാണും? വ്യാസഭഗവാനെ കാണും. വ്യാസഭഗവാന് ഈ അറിവുകൾ നൽകുക. ഈ അറിവുകളെന്ന് പറഞ്ഞാൽ ഏത് സ്കന്ധാണ്? ഏകാദശം. ആ ഏകാദശം വ്യാസഭഗവാന് കൊടുക്കുക. വ്യാസഭഗവാന് കൊടുത്താലോ, വ്യാസഭഗവാനും നാരദ ഭഗവാനും കൂടെ ഇത് സംസാരത്തിൽ പ്രചരിപ്പിച്ചു കൊള്ളും. അങ്ങ് എന്ത് ചെയ്യണം? ഇതിനെ നല്ലതുപോലെ മനനം ചെയ്യുക. ആ അളകനന്ദാ തീരത്ത് ജീവിച്ച് ആ അളകനന്ദയെ കണ്ടാൽ തന്നെ അങ്ങയുടെ പാപങ്ങൾ തീരും. ആ ജലത്തിൽ സ്നാനമൊക്കെ ചെയ്ത് അങ്ങ് അവിടെ ഇരുന്ന് മനനം ചെയ്ത് നിധിധ്യാസനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുക. അപ്പോൾ ഈ ബദരിയുടെ പ്രത്യേകത എന്താണെന്ന് കൂടി പറയണം. കാരണം എൻ്റെ വിഷയം ഉദ്ധവരുടെ ബദരി യാത്രയാണ്. പക്ഷേ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും ബദരി യാത്രയെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഉദ്ധവരെ ഭഗവാൻ പറഞ്ഞു വിട്ടു, നേരെ ബദരിയിലെത്തി, അത്രേ ഉള്ളൂ. ബദരിക്ക് പോകുന്ന ട്രാവലോഗൊന്നുമില്ല, യാത്രാ വിവരണങ്ങൾ ഇല്ല. ഒരു ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഞാൻ നോക്കിയ ഗ്രന്ഥങ്ങളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്താണ്, അറ്റ്ലീസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയതിൻ്റെ കാര്യമാണെങ്കിലും ഒന്ന് പറയാമല്ലോ. ബദരിയുടെ പ്രത്യേകത, ബദരിയിലെ രാവൽജിമാരെല്ലാം പറയും, ബദരിയിൽ ക്ഷേത്രത്തിനല്ല പ്രാധാന്യം. എന്തിനാണ്? ബദരി ഭൂമിക്കാണ്. ബദരി എന്താ പറയുക നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ? ബദരി ആശ്രമം എന്നാണ്, ബദരികാശ്രമം എന്നാണ്, അല്ലേ? ബദരിയിൽ എവിടെ പോയി നിന്നാലും ആ ഭൂമിക്കാണ് പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് പഠിക്കാനാണ് ജ്ഞാനം, വ്യാകരണം, തർക്കം, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കാശിയുണ്ട്. തപസ് ചെയ്യാനുള്ള തപോഭൂമികളാണ് ഈ ബദരീനാഥും കേദാറും ഒക്കെ, അല്ലേ? ഇനി ഭക്തിക്കായിട്ടോ നമുക്ക് വൃന്ദാവനമുണ്ട്. ഇനി മാന്ത്രികം, താന്ത്രികമൊക്കെ ആണെങ്കിലോ ആസാം, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെ ലക്ഷ്യം എന്തു തന്നെയാണ്? ഒന്നു തന്നെ, ഈശ്വരൻ. നമ്മളുടെ രുചി വിവിധമായതുകൊണ്ട്, നമ്മൾ വൈവിധ്യമുള്ളവരായതുകൊണ്ട് പല മാർഗങ്ങൾ തന്നിരിക്കുന്നു എന്ന് മാത്രം. അതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള തപസ് ചെയ്യാനുള്ള, മനനം ചെയ്യാനുള്ള സ്ഥലം ഏതാണ്? ബദരിയാണെന്ന് പറയും. ഈ ബദരിയിൽ തന്നെ വ്യാസഭഗവാൻ ഈ ഭാഷ്യം എഴുതിയ സ്ഥലങ്ങളിൽ തന്നെയാണ് ആരൊക്കെ ഇരുന്നത്? ശങ്കരാചാര്യരും ഇരുന്ന് ആ ഭാഷ്യം രചിച്ചത്. ആ ബദരീകാശ്രമത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. ഭഗവാൻ പറയുന്നു, ഈ ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ശരിക്ക് നമ്മളുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ അല്ല, ഭാരതത്തിൻ്റെ അടിസ്ഥാന ഭൂമി ക്ഷേത്രം എന്ന് പറയുന്നത് ബദരിയാണ്. കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? ബദരി. ഭഗവാന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ബദരി. ഭഗവാന്റെ റെസിഡൻസാണ് വൃന്ദാവനം. സാധാരണ ഓഫീസും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും റെസിഡൻസും വേറെയല്ലേ? ഭഗവാൻ അവിടെ ആരുടെയൊക്കെ കൂടെയാണ് ഇരിക്കുക? ഉദ്ധവരുണ്ട്, നാരദരുണ്ട്, കുബേരനുണ്ട്, ഹനുമാനുണ്ട്, എല്ലാം. അവിടെ ഇരുന്ന് പഞ്ചായത്ത് കൂടുക എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ മന്ത്രിയല്ലേ? അവിടെ നരനാരായണ പർവ്വതങ്ങൾക്കിടയിൽ നാരായണ മുനി ഈ രാജ്യം ഭരിക്കുമ്പോൾ മന്ത്രിയായിട്ടുള്ള ഉദ്ധവരും കൂടെയുണ്ട്, അല്ലേ? ആ വിഗ്രഹം നോക്കിയാൽ അറിയാം, ഗർഭഗൃഹത്തിനുള്ളിൽ തന്നെയാണ്. എല്ലാവർക്കും ഒന്നിച്ചാണ് അവിടെ ആരതി കാണിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഉദ്ധവർക്ക് ആ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ വന്ന് പരമമായിട്ടുള്ള ഉപദേശം കൊടുത്തു. ഇതിലേത് വേണം സ്വീകരിക്കണം എന്നുള്ളത് ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ നിനക്ക് മനനം ചെയ്ത് തീരുമാനിക്കാം. പക്ഷേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെയും ആവർത്തിക്കുന്നു.
ഭഗവാൻ പറയുന്നു, പരമമായിട്ടുള്ള ജ്ഞാനമാണ് നിനക്ക് ഉപദേശിച്ചു തന്നത്. ഞാനിവിടെ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ഭഗവത്ഗീതയേക്കാൾ ഉയർന്ന തത്വങ്ങൾ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യത്തോടെ ആഗ്രഹിച്ച് അർഹതയുള്ളവർക്ക് മാത്രമേ നീ ഈ ഉപദേശം കൊടുക്കാവൂ. നമ്മൾ പറയാറില്ലേ, പാത്രം എറിഞ്ഞേ വിളമ്പാവൂ എന്ന്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? താല്പര്യമില്ലാത്തവരെ നമ്മളിത് അടിച്ചേൽപ്പിച്ചാൽ, അവരോട് പറഞ്ഞാൽ അവർ ശ്രദ്ധയില്ലാതെ ആയിരിക്കും ഇരിക്കുക. അവിടെ ഇവിടെയൊക്കെ കേൾക്കും, തെറ്റായ രീതിയിൽ മനസ്സിലാക്കും, അടുത്ത തലമുറയ്ക്ക് ഇത് തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുക്കും. എത്രയോ തലമുറകളിലേക്ക് ചെല്ലുമ്പോൾ ഇത് തെറ്റായ രീതിയിൽ വരും. എന്തിന്? ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട്, അർജുന, ഇത് പണ്ട് ഞാൻ സൂര്യന് ഉപദേശിച്ചു കൊടുത്തു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു കൊടുത്തു, മനു ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴെന്താണ്, ഇതിൻ്റെ സാരം നഷ്ടപ്പെട്ടു. നമ്മളൊരു ഗെയിം കളിക്കാറില്ലേ, കുറേ പേരെ നിരത്തി നിർത്തും. ആദ്യം നിൽക്കുന്ന ആളുടെ ചെവിയിൽ ഒരു കാര്യം പറയും, അത് അടുത്ത ആളോട് പറയാൻ പറയും, അടുത്ത ആളോട് പറയും. ഏറ്റവും അവസാനത്തെ ആളുടെ അടുക്കൽ ആദ്യത്തെ ആൾ കേൾക്കുമ്പോൾ ആദ്യം പറഞ്ഞതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താണ്? ശ്രദ്ധ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുകയാണ്, എൻ്റെ ഫസ്റ്റ് എഡീഷൻ ഭഗവത്ഗീതയുടെ എന്നായിരുന്നു? ഞാൻ സൂര്യന് ഉപദേശിച്ചു കൊടുത്തതാണ്. അർജുന, ഇത് സെക്കൻഡ് എഡീഷനാണ്. കാരണം എന്താണ്? ഇതിൻ്റെ സാരം നഷ്ടപ്പെട്ടു പോയി. സാരം നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താണ്? പലപ്പോഴും ശ്രദ്ധയില്ലാത്തവർക്ക്, നേരത്തെ ഉദ്ധവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരു ശിഷ്യന് വേണ്ട ക്വാളിഫിക്കേഷൻസ് പറഞ്ഞില്ലേ, ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ പ്രശ്നം. അതുകൊണ്ട് വളരെയധികം ഈ കാര്യങ്ങളിൽ അറിവുള്ളവർക്ക് മാത്രമേ ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ എന്ന് പറയുകയാണ്. അതോടൊപ്പം പറയുകയാണ്, ഇതിനെ മനനം ചെയ്ത് നീ എന്നിൽ തന്നെ എത്തിച്ചേരും, നിനക്ക് മോക്ഷമുണ്ടാകും എന്ന് പറയുകയാണ്. ഇത്രയും പറഞ്ഞ് ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഈ ഉപദേശങ്ങളെല്ലാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പരമാത്മാവ് നമുക്ക് ഇത്രയും വലിയൊരു ഉപദേശം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീശുകൻ സമർപ്പിക്കുന്നത്. ഇനി ഇതിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് പഠിക്കണം? നമ്മൾക്ക് കഥ കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? പക്ഷെ കഥയിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കണം? ഈ കഥയിൽ കുടുങ്ങിക്കിടക്കരുത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണെന്നറിയാവോ? 18 പുരാണങ്ങളും ക്രോഡീകരിച്ചത് വ്യാസഭഗവാനാണ് അല്ലേ? പക്ഷേ ഒരേ ചരിതം പല പുരാണങ്ങളിലും വന്നിട്ടുണ്ട്. പല പുരാണങ്ങളിൽ വ്യത്യസ്തമായിട്ടാണ് എല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നത്. അത് വ്യാസഭഗവാനാണ്. എന്നിട്ട് വ്യാസഭഗവാൻ എന്താ പല പുരാണങ്ങളിലും പല രീതിയിൽ എഴുതിയിരിക്കുന്നത്? ഒരു ഉദാഹരണം പറയാം. ഇപ്പം മണ്ഡലകാലം കഴിഞ്ഞതല്ലേ, ഒരു ഉദാഹരണം പറയാം. അതായത് മോഹിനിയും മഹാദേവനും ചേർന്നപ്പോൾ എന്തു സംഭവിച്ചു? മഹാദേവന് സ്ഖലനമുണ്ടായി, അത് താഴെ വീണപ്പോൾ പർവ്വതങ്ങളും സ്വർണവും ഒക്കെ ആയി എന്നാണ് ചില പുരാണങ്ങളിൽ. സ്കന്ദപുരാണത്തിൽ ഏറ്റവും വലിയ പുരാണമാണ് സ്കന്ദപുരാണം. സ്കന്ദപുരാണത്തിൽ പറയുന്നു അതിൽ നിന്നാണ് ശാസ്താവ് ഉണ്ടായത്. അപ്പോൾ ഒരേ ആൾ ക്രോഡീകരിച്ച പല പുസ്തകങ്ങളിൽ എന്തുകൊണ്ട് പലതരത്തിൽ വന്നു? രാമായണം നോക്കിയാലോ, ധാരാളം ആളുകൾ നമ്മളോട് സംശയം ചോദിക്കും. ചില പുസ്തകങ്ങളിൽ ലക്ഷ്മണരേഖ കാണില്ല, ഒത്തിരി വ്യത്യാസമുള്ളതായിട്ട് പറയും. ആചാര്യൻ പറയുന്നു, കഥകൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ചിലത് തീർച്ചയായിട്ടും ഇതിഹാസങ്ങൾ, ചരിത്ര സംഭവങ്ങളാണ്. എന്നാൽ അതിനുള്ളിലുള്ള ചില രാജാക്കന്മാരുടെ കഥയൊക്കെ ഉണ്ട്. ഇപ്പം ഇതിൽ തന്നെ ഈ ഉദ്ധവ ഉപദേശത്തിൽ ചില രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. 12-ാം സ്കന്ധം എത്തുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, അതൊക്കെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നതാണ് എന്ന് വെച്ച് എല്ലാം യഥാർത്ഥമല്ല എന്നല്ല. കഥകളിലൂടെ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിൽക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? കഥകളിൽ പിടിച്ചു തൂങ്ങും. കഥകളിൽ പിടിച്ചു തൂങ്ങാതിരിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? വ്യാസഭഗവാൻ പലയിടത്തും വ്യത്യാസം വരുത്തി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തത്വത്തെ നിരൂപണം ചെയ്യും. തത്വം എല്ലായിടത്തും ഒന്ന് തന്നെ. ശ്രീരാമൻ്റെ പത്നി തന്നെയാണ് സീത. സമുദ്രം കടന്നത് ഹനുമാൻ തന്നെ, കൊന്നത് ശ്രീരാമൻ തന്നെ, കൊല്ലപ്പെട്ടത് രാവണൻ തന്നെ. ഇതെല്ലാം ഓരോ തത്വത്തിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് പറയുന്നു, ശ്രീമദ് ഭാഗവതവും രാമായണവും ഇതിഹാസങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ഒരു ചരിത്ര സംഭവം എന്നുള്ളതിനുപരി ഓരോ കഥാപാത്രങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന മൂല്യത്തെ മനസ്സിലാക്കണം. അവരെന്ത് തത്വത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മളിവിടെ എന്ത് വേണം?
ഈ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എല്ലാം മനസ്സിലാക്കുക. ഇതിലേതിനോടാണ് നമുക്ക് രുചി തോന്നുന്നത്? നമ്മളുടെ പ്രകൃതം, നമ്മളുടെ പദ്ധതി ഏതിനോടാണ് ചേരുന്നത്, അത് വേണം നമ്മൾ സ്വീകരിക്കാൻ. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും ഉചിതമായിട്ടുള്ളത് യുക്തായുക്തം ആലോചിച്ച് സ്വീകരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളെപ്പോലുള്ളവർക്ക് കൂടുതലായിട്ട് പറ്റുന്നത് എന്താണ്? ഭക്തിയോഗമാണ്, അല്ലേ? ഭക്തിയോഗത്തിൽ തന്നെ നാമജപം പോലുള്ളവയാണ്. അപ്പോൾ ഇവിടെ ഉദ്ധവരോട് പറയുന്നു, ഉദ്ധവ ആലോചിച്ച് ഉറപ്പിച്ച് ഏതാണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. അങ്ങനെ ഉദ്ധവരവിടെ ജീവിച്ച് ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. ഇതോടുകൂടി ആ ഒരു ഭാഗം സമാപിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫലശ്രുതി പറയുന്നുണ്ട്. ഈ ഒരു ഭാഗം നമ്മളിപ്പം ഇവിടെ ഏകദേശം 1.25 മണിക്കൂറായി. ആ 1.25 മണിക്കൂർ നമ്മളിവിടെ ഈ ഉദ്ധവരെയും ഭഗവാനെയൊക്കെ സ്മരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും അല്ലെങ്കിൽ അനുസരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഇതിലേറ്റവും കൂടുതൽ പ്രയോജനം ഏതിനാ? കേൾക്കുന്നത് കൊണ്ടാണോ, പറയുന്നത് കൊണ്ടാണോ, അനുസരിക്കുന്നത് കൊണ്ടാണോ? തീർച്ചയായിട്ടും അനുസരിക്കുന്നത് കൊണ്ടാണ്. ആചാര്യന്മാർ പറയുന്നു, സത്സംഗം എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ അടുക്കൽ പോയിരിക്കുക എന്നല്ല. സത്സംഗം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. അപ്പോൾ പറയുന്നു, ഈ ഉദ്ധവ ഗീത നമ്മളിപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടു. ഇത് അനുസരിക്കുകയാണെങ്കിൽ അവർ ഈ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടും. മാത്രമല്ല, അവർക്ക് ഈ സംസാരത്തെ മുക്തമാക്കാനോ അല്ലെങ്കിൽ ജഗത്തിലുള്ള കുറച്ച് പ്രാണികളെ ആണെങ്കിലും ഈ സംസാരത്തിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആ ഉദ്ധവഗീത എന്ന് പറയുന്ന ഭാഗം സമാപിപ്പിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ് ഇനി ആ യദുകുല സംഹാരമൊക്കെ വരുന്നത്. അവിടെയും ഭഗവാൻ നമുക്ക് ചെറിയൊരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. അത് അടുത്തയാളുടെ വിഷയമാണെങ്കിൽ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ ഓരോ പ്രവൃത്തിയിലൂടെ നമ്മളെ എന്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് ഈ യദുകുല സംഹാരത്തിൻ്റെ ഭാഗം ഭഗവാൻ ഇവിടെ പറഞ്ഞു, അല്ലേ? അതിൽ ഭഗവാൻ പറയുന്നുണ്ട് അവർക്ക് ചെറുതായിട്ട് അഹങ്കാരം വന്നു എന്ന്. ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം ഭഗവാന്റെ പുത്രൻ തന്നെയാണ്. ഷോഡശ സംസ്കാരത്തിൻ്റെ പരിപൂർണ അവതാരമായിട്ടുള്ള ഷോഡശ സംസ്കാരം അറിയാവുന്ന ഭഗവാൻ എങ്ങനെയാണ് ബ്രാഹ്മണരെ, ജ്ഞാനികളെ നിന്ദിക്കുന്ന ഒരു പുത്രനുണ്ടായത്, സാമ്പനുണ്ടായത്? അപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്താലും കൂട്ടുകെട്ട് തെറ്റാണെങ്കിൽ കുട്ടികൾ വഴിപിഴച്ചു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് സത്സംഗത്തിൻ്റെ പ്രാധാന്യം പറയുന്നത്. സത്സംഗം കൂടിയാൽ എന്താണ്? നമ്മൾ ഏത് മഹാത്മാവായിട്ട് കൂട്ടുകൂടുന്നോ അവരുടെ സ്വഭാവവും രീതിയും നമ്മളെ ഉദ്ധവരെ കണ്ടാൽ ഭഗവാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയില്ലേ, ആ ഭാവത്തിലായിട്ട് മാറുമെന്ന് പറയും. അങ്ങനെയുള്ള ആ സംഹാരമൊക്കെ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. ആ ഉദ്ധവരെയും ഇതെല്ലാ ഉപദേശങ്ങളും നമുക്ക് ഈ പ്രപഞ്ചത്തിനായിട്ട് തന്ന ആ ഒരു പരമാത്മാവിനെയും സ്മരിച്ചുകൊണ്ട് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ ക്ഷമയോടെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങളുടെയും പാദങ്ങളിൽ മനസ്സാ നമസ്കരിക്കുന്നു. വീണ്ടും വീണ്ടും ഈ സത്രവേദിയിൽ ഇവിടെ ഒന്ന് കാലുവയ്ക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ പുണ്യമാണ്. ആ കൃഷ്ണൻ തിരുമേനിയും ഏടത്തെയും ഒക്കെ ഇങ്ങനെ അവരെ ഒന്ന് ദർശനഭാഗ്യം, അല്ലേ? അങ്ങനെയുള്ള വേദിയിൽ വീണ്ടും വീണ്ടും ഭഗവത് കഥകൾ പറയാൻ അവസരം തരുന്ന പ്രത്യേകിച്ചും നാരായണസ്വാമി അവർകൾ, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.